ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടതാപ്പിനെ കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ്. ഇപ്പം അടതാപ്പ്, എടതാപ്പ്, അതുപോലെ തന്നെ എയർ പൊട്ടറ്റോ, ഇറച്ചിക്കിഴങ്ങ് എന്നൊക്കെ, ഇറച്ചിക്കാച്ചിൽ എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ പറയുന്നത് അടതാപ്പ് എന്നാണ്. അപ്പോൾ അടതാപ്പ് ഇപ്പം കിളിച്ചരച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒന്നും നട്ടില്ലായിരുന്നു. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇരുന്ന് തന്നെ ഇങ്ങനെ കിളിച്ചരച്ച് ഇങ്ങനെ കയറി. അപ്പോൾ ഇന്ന് ഇതിനെയൊക്കെ ഒന്ന് നട്ടേക്കാമെന്ന് കരുതി. ഇപ്പം ഇത് എല്ലാവരും ഒക്കെ ഒന്ന് നടണം കേട്ടോ. ഷുഗറുകാർക്കൊക്കെ ഏറ്റവും പറ്റിയ ഒരു കാച്ചിലാണ് ഇത്. ഭൂമിക്ക് അടിയിലല്ല, അടിയിലുള്ള കിഴങ്ങും ഉണ്ട്, കാച്ചിലും ഉണ്ട്. പക്ഷേ ഇത് പിന്നെ നമ്മുടെ ഇങ്ങനെ പന്തലൊക്കെ ഇട്ട് കൊടുത്താൽ ആ പന്തലിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് കിടക്കുന്ന പോലെ അങ്ങ് കിടക്കും. അപ്പോൾ അത് നമുക്ക് നടന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഒരു 4-5 നമ്മുടെ അടതാപ്പ് ഞാൻ ഗ്രോ ബാഗിനകത്ത് നടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നട്ടുകൊണ്ടിരുന്ന ഗ്രോ ബാഗ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തണ്ട 1/4 ഭാഗത്തോളം കരിയില നിറച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചിലയും കൂടെ അതിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശീമക്കൊന്നയുടെ ഇലയോ അല്ലെങ്കിൽ മഹാഗണിയുടെ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അപ്പം കരിയില ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ കൊടുക്കുന്ന ഗ്രോ ബാഗാണേ. 12x12 ഇതിൻ്റെ സൈസ്. അതേപോലെ തന്നെ 250 GSM ആണ്. അപ്പം നല്ല ഗ്രോ ബാഗാണ്. നിങ്ങളത് വെക്കുമ്പോൾ ഏതെങ്കിലും മണ്ണിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ മുകളിലോട്ടോ അല്ലെങ്കിൽ തൊണ്ടിട്ടിട്ട് അതിൻ്റെ മുകളിലോട്ടോ ഒക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ കുറേ കാലം ഇതങ്ങ് ലാസ്റ്റ് ചെയ്തോളും. അപ്പം 1/4 ഭാഗത്തോളം കരിയില ഇട്ടു, 1/4 ഭാഗത്തോളം നമ്മൾ നമ്മുടെ ശീമക്കൊന്നയുടെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു അര ഭാഗത്തോളം എന്തായി പച്ചിലയും കരിയിലയും കൂടെ അങ്ങോട്ട് മിക്സായി കിടന്ന് നല്ലൊരു വളമായിട്ട് അങ്ങ് മാറിക്കോളും. എന്നിട്ട് വേണം നമുക്കിനി ബാക്കി മണ്ണിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. മണ്ണ് നമ്മൾ ഏത് പച്ചക്കറിക്കോ കൃഷിക്കോ ഗ്രോ ബാഗിലോ ചട്ടിയിലോ നമ്മൾ കൃഷി ചെയ്യാന്നുണ്ടെങ്കിലും മണ്ണ് ഒരുക്കി ഇട്ടേക്കണം, ട്രീറ്റ് ചെയ്ത് ഇട്ടേക്കണം. ട്രീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇപ്പം കുമ്മായം ഇടുകയെന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മിനിമം ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണം മറ്റുള്ള വളങ്ങൾ ചേർത്ത് കൃഷി ചെയ്യാനായിട്ട്. അപ്പോൾ ഡോളോമൈറ്റ് ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഡോളോമൈറ്റും അതുപോലെ മറ്റുള്ള വളങ്ങളും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ അങ്ങ് ഇട്ടേക്കാണ്. അപ്പോൾ നമുക്ക് എപ്പം വേണമെന്നുണ്ടെങ്കിലും കൃഷി ചെയ്യാം. ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് എപ്പം വേണമെന്നുണ്ടെങ്കിലും നമുക്കതെടുത്ത് കൃഷി ചെയ്യാം. എന്നിട്ട് അതൊന്ന് മൂടി ഇട്ടേക്കാം. ഇനിയിപ്പം മഴയൊക്കെ ആണല്ലോ, അപ്പം മഴയൊന്നും കൊള്ളാതെ അത് മൂടി ഇട്ടിരുന്നാൽ അങ്ങനെ കിടന്നോളും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാക്കിനകത്തോ നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ടൊന്ന് വാരി ഇട്ടേക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ നനയാതെ ഇട്ടേക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിനകത്തോട്ട് കരിയിലയും നമ്മുടെ ശീമക്കൊന്നയുടെ ഇലയും നിറച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഒന്നും കൂടെ ഇളക്കി കൂട്ടിയിട്ട് നമുക്കതിനകത്തോട്ട് ഒരു 3/4 ഭാഗത്തോളം നമുക്ക് നിറയ്ക്കാം. അപ്പോൾ ഞാൻ ദാണ്ട് ഇവിടെ തന്നെ കൂട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് പ്ലാസ്റ്റിക് വെച്ചിട്ട് മറച്ചിട്ടിരിക്കുകയാണ്. അപ്പം മഴ ഒരു പെയ്ത്ത് കഴിഞ്ഞതേ ഉള്ളൂ, എന്നാലും നമ്മുടെ മണ്ണിന് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല പുട്ടിന് നനച്ചിട്ടേക്കുന്ന മാതിരി നല്ല അടിപൊളിയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ മണ്ണും വളവും എല്ലാം കൂടെ കൂട്ടിയിട്ടേക്കണം. അപ്പോൾ ഇത് ഞാൻ കൂട്ടിയിട്ടപ്പോഴെനിക്ക് സൂപ്പർ മീൽ എന്ന് പറഞ്ഞ വളമില്ലായിരുന്നു. അപ്പോൾ ആ ഒരു വളം കൂടെ ഞാൻ ഇപ്പം അതിനകത്തോട്ട് കുറച്ച് ചേർക്കാം. കുറച്ച് മണ്ണിട്ടതിന് ശേഷം നമുക്ക് ഒരു പിടി സൂപ്പർ മീലും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുറേ ഭാഗം, ഒരു 3/4 ഭാഗത്തോളം നമുക്ക് മണ്ണ് നിറയ്ക്കാം. പിന്നെ നമ്മൾ ഈ കാച്ചിൽ നട്ട് വളരുന്നതിനനുസരിച്ച് കുറച്ചും കൂടെ നമുക്ക് മണ്ണും വളവും കൂടെ കയറ്റി കൊടുക്കണം. അപ്പം ഇതേപോലെ ഒരു കൈപ്പിടി സൂപ്പർ മീൽ എടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ വയ്യാത്തവർ ഇപ്പോൾ അതിന് പറ്റിയ ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ, കൊച്ചു കൊച്ചു ആയുധങ്ങളൊക്കെ കിട്ടും. അത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തേക്കാം. കണ്ടോ, അപ്പം നമ്മുടെ മണ്ണ് നന്നായിട്ട് മിക്സായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ അടതാപ്പിനെ നടാം. അപ്പം അടതാപ്പിന് നമ്മൾ പിന്നെ എന്താണ് മുകളിലോട്ട് വരുന്ന ഈ പടർന്ന് കയറി വരുന്നതിനകത്ത് ഇങ്ങനെ പിന്നെ ഈ നമ്മുടെ ഉരുളക്കിഴങ്ങ് മാതിരി ഇങ്ങനെ ഉരുണ്ട് ഇങ്ങനെ പിടിച്ച് വന്നോളും. അപ്പോൾ അതാണ് നമ്മൾ നടുന്നത്. അപ്പോൾ അത് നടുമ്പോൾ നമ്മൾ അതിനെ കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇതേപോലെ അങ്ങ് നട്ടാൽ മതി. അപ്പം ഭൂമിക്ക് അടിയിലുണ്ടാകുന്ന കാച്ചിലിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് നടുക. ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മാത്രം മതിയേ. എന്നിട്ടങ്ങോട്ട് മണ്ണിട്ട് മൂടിയേക്കാം. എന്നാൽ ഈ കിളിയിലൊന്നും ഞാൻ പോക്കിക്കളയുന്നില്ല. ഇത് നമുക്ക് പന്തലിനകത്തോട്ട് അങ്ങ് കയറ്റി വിടാം. ഒരു പന്തലിൻ്റെ അടുത്തോട്ട് കൊണ്ടുവെക്കാം. അപ്പോൾ മരത്തിൻ്റെ മൂട്ടിൽ നടുവാന്നുണ്ടെങ്കിലുണ്ടല്ലോ
മരത്തേലോട്ടങ്ങ് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ കിഴങ്ങ് പറിക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ പന്തലിൻ്റെ കീഴിലോട്ടങ്ങ് കൊണ്ടുവെക്കാൻ പോവാം. അപ്പം നമ്മൾ എവിടെയാണോ കൊണ്ടുവയ്ക്കുന്നത് അതിനടിയിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കോ ഓടോ ഇഷ്ടികയോ തൊണ്ട എന്തെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെച്ച് കൊടുക്കുക. അപ്പം എന്നിട്ട് പന്തലുണ്ടെങ്കിൽ പന്തലിനകത്തോട്ട് ഇതിനെ അങ്ങോട്ട് കയറ്റി വിട്ടേക്കാം. അപ്പം നമുക്ക് ഇതിനകത്ത് ഉരുളക്കിഴങ്ങൊക്കെ പിടിക്കുമ്പോൾ, ഉരുളക്കിഴങ്ങല്ല അടതാപ്പ് പിടിക്കുമ്പോൾ നമുക്ക് എളുപ്പം പറിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. മരത്തിലോട്ടൊക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടാൻ പാടാം. എന്ന് വെച്ചാൽ അതങ്ങ് പച്ച കളറായിട്ടേ അതൊക്കെ വീഴത്തുള്ളൂ. അപ്പം അല്ല പരുവത്തിന് നമുക്ക് പറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊച്ചു കൊച്ചു മരങ്ങളിനകത്തോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പന്തലിനകത്തോ അല്ലെങ്കിൽ നമ്മൾ തടി കൊണ്ടുണ്ടാക്കുന്ന കൊച്ചു കൊച്ചു പന്തലിനകത്തോ കൊണ്ട് നടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതേപോലെ ഒരു 5-6 എണ്ണം ഉണ്ട്. ഞാനല്ലാതെ പറമ്പിലുമൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് എല്ലാം കാച്ചിലും നീലക്കാച്ചിലും ഞാൻ ചാക്കിനകത്ത് നട്ടിട്ടുണ്ട്, അല്ലാത്തത് നട്ടിട്ടുണ്ട്. അപ്പം അടതാപ്പും ഇങ്ങനെ നടാമെന്ന് കരുതി. അപ്പം നമ്മുടെ നീലക്കാച്ചിലൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പം അടതാപ്പ് ഇനിയും 4 എണ്ണം കൂടെ നടാനായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പം കാച്ചിൽ കാണിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ നീലക്കാച്ചിൽ വളർന്ന് കവുങ്ങയിലാണ് നട്ടിരിക്കുന്നത്. മുകളിൽ വരെ പോയിട്ടുണ്ട് കേട്ടോ. 5 ചാക്കിനകത്തായിരുന്നു നട്ടിരുന്നത് ഒരു കുഞ്ഞൻ കാച്ചിൽ. അപ്പം ഒരെണ്ണം ഒരു എലി സമ്മതിക്കത്തില്ല. അതിന് വേണമെന്ന് പറഞ്ഞിട്ട് 3-4 പ്രാവശ്യം മാന്തി കളഞ്ഞു. പിന്നെ എടുത്ത് നട്ടു വെക്കും, പിന്നെ അതെടുത്തോണ്ട് പോയി കളഞ്ഞു കേട്ടോ. അപ്പോൾ അതങ്ങനെ കാലിയായിട്ടിരിക്കുക. ബാക്കിയെല്ലാം കണ്ട് ഇവിടെ നമ്മുടെ കാച്ചിലും മുകളിൽ വരെ പറ്റിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തോട്ട് തേക്കൻ നട്ടതും പടർന്ന് മേലോട്ട് കയറുന്നുണ്ട്. അപ്പം ഇനി ബാക്കി അടതാപ്പൂടെ നമുക്ക് നടാം. അപ്പം നമ്മുടെ ബാക്കി 4 ഗ്രോ ബാഗിനകത്ത് നമ്മൾ മണ്ണ് നിറച്ച് കഴിഞ്ഞ് ഇനി അതിനകത്തോട്ട് നമുക്കിത് നട്ട് കൊടുക്കാം. ഇതിന് കൊച്ചു കിളിയിലേ വന്നിട്ടുള്ളൂ. കണ്ടോ, നന്നായിട്ടങ്ങ് പടർന്ന് കയറി. അപ്പോൾ നട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലും കൂടെ കുറച്ച് പച്ചില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എല്ലാം കൂടെ എടുത്ത് കൊണ്ടുവയ്ക്കാം. അപ്പം നമ്മൾ 5 ഗ്രോ ബാഗിനകത്ത് നട്ടു. 5 ഗ്രോ ബാഗ് നമ്മൾ പന്തലിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. മേളിലോട്ട് ഇങ്ങനെ പടർത്തി വിട്ടിരിക്കുകയാണ് കേട്ടോ. അതിനിപ്പം പെട്ടെന്ന് അങ്ങ് കയറി അങ്ങ് ചടേന്ന് അങ്ങ് നമ്മുടെ പന്തലിനകത്തോട്ട് കയറിക്കോളും. അപ്പം നമ്മുടെ അടതാപ്പിൻ്റെ നടിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ അടതാപ്പിൻ്റെ കൃഷി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒരു കിഴങ്ങെങ്കിലും വാങ്ങിച്ച് നടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നിങ്ങൾക്ക് കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകൾ ഗ്രോ ബാഗുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോ ബാഗും വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.